ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് ഒരു ചെറിയ വീഡിയോ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച്, അതായത് ബൈബിളിൽ നിന്ന് ഒരു കാര്യം പഠിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പല വൃക്ഷങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ ഇലകളെക്കുറിച്ചും ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെയും ധാരാളമായി കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ബൈബിളിൽ നിന്നുള്ള ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അതായത് ജീവവൃക്ഷം. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഈ ജീവവൃക്ഷത്തെക്കുറിച്ച് പറയുന്നു, അതായത് ദ ട്രീ ഓഫ് ലൈഫ്. ദൈവത്തിൻ്റെ ദൂതൻ യോഹന്നാനെ വന്നിട്ട് ജീവവൃക്ഷത്തെ കാണിച്ചു കൊടുക്കുകയാണ്. 12 തരം ഫലം കായ്ച്ച് മാസം തോറും 12 മാസവും ഡിഫറൻ്റായിട്ടുള്ള വേറെ വേറെ ഫലം കായ്ക്കുന്ന വൃക്ഷമാണ്. ജീവവൃക്ഷത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യവും 24-ാം വാക്യത്തിലും അതിനെക്കുറിച്ച് റെഫർ ചെയ്തിരിക്കുന്നു. അവിടെ പറയുന്നത്, അതായത് അത് പ്രതിനിധീകരിക്കുന്ന ജീവവൃക്ഷത്തെക്കുറിച്ച് പ്രതിനിധീകരിച്ചിരിക്കുന്നത് എന്നേക്കുമായിട്ട് ശാശ്വതമായ ഒരു ഫിസിക്കൽ ലൈഫിനെ കുറിച്ചാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആദത്തെയും ഹവ്വയെയും ഈ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം ഭക്ഷിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വെളിപാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ വിശുദ്ധന്മാർക്ക് ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്ന് പ്രോമിസ് ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നു. ഈ വൃക്ഷത്തിൻ്റെ ഇലകൾ ദേശത്തിൽ, അതായത് ജാതികളുടെ സൗഖ്യത്തിനായി ഉപകരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. ജാതികളുടെ രോഗശാന്തിക്ക് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഹീലിംഗ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിൽ അതിന് തെറാപ്പിയൻ എന്ന വാക്കിനോട് ചേരുന്നതാണ്. ഹെൽത്ത് ഗിവിങ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ തെറാപ്റ്റിക് എന്ന വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്താണെന്നും കാണാവുന്നതാണ്. നിത്യതയിൽ രോഗങ്ങളൊന്നും ഇല്ല എന്ന അവസ്ഥയാണെന്ന് നമുക്കറിയാം, നമ്മളങ്ങനെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വൃക്ഷത്തിൻ്റെ ഫലവും ഇലകളും ഫിസിക്കൽ വെൽബീയിങ്ങിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നു. ഈ വൃക്ഷം, അതായത് വൃക്ഷങ്ങൾ ഒന്നല്ല, ഈ വൃക്ഷങ്ങൾ നദിയുടെ ഇരുകരകളിലുമായി നിൽക്കുന്നതായിട്ട് യോഹന്നാൻ കാണുന്നു. ദൈവത്തിൻ്റെ പറുദീസയിൽ ജീവജല നദിയുടെ കരയിലാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്. ഈ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ, അതായത് മാസത്തിൽ വേറെ വേറെ ഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കണ്ടു. അതിൽ നിന്നും ഭക്ഷിപ്പാനായിട്ട് ആര് യോഗ്യരായിത്തീരുമെന്നാണ് ക്വസ്റ്റ്യൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അല്പമായിട്ടെങ്കിലും നമ്മൾക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമാണിത്. നമ്മളുടെ പ്രവർത്തികൾക്കനുസരിച്ച് നമ്മൾ സ്വർഗത്തിൽ ചെന്ന് ചേരുമെന്നും നമുക്ക് കിട്ടുന്ന ഫലവും നമ്മളുടെ പറുദീസയിലുള്ള വാസവും അവിടുത്തെ നമുക്ക് കിട്ടുന്നതായ പ്രതിഫലമൊക്കെയും നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ കൂടുതലായിട്ട് അതിനെ വേണ്ട രീതി, ദൈവത്തിന് ഇഷ്ടമായ രീതിയിലേക്ക് കൊണ്ടുവന്ന ഒരു പരിവർത്തനം നടത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തെ വീണ്ടും പുതുക്കി പണിയാൻ നമുക്ക് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്ലീസ് ലൈക്ക്. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.